കിരണിന്റെ കയ്യിലെന്താ? എന്തിനും അമ്മ എനിക്കൊപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ആ ഫോട്ടോ അവന്റെ അമ്മയുടേതാണ്. ദാ വരുന്നു. അഷിയാണല്ലോ വിളിക്കുന്നത്. നാത്തു ഫോൺ എടുക്ക്. ആ കുട്ടമ്പിള്ള ചെന്നിട്ട് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയെന്ന് അറിയാലോ. ഹലോ അഷി. അമ്മേ, ആ ദുർഗയെ കൊണ്ട് ഒരു രക്ഷയില്ല. അവൾ ഇവിടുന്ന് ഓടിക്കാൻ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്താ പുതിയ പ്രശ്നം? അവൾ എന്താ ചെയ്തേ? ആ കുട്ടമ്പിള്ള ഇന്നിവിടെ വന്നിരുന്നല്ലോ, അയാൾ എന്നോടൊന്ന് മിണ്ടാൻ വന്നു. അപ്പൊ ഞാൻ നല്ലതുപോലെ പറഞ്ഞു. പക്ഷെ അതിന്റെ ഇടയിൽ കയറി ദുർഗയുടെ ഒരാളാവല്. അവക്ക് എന്നെ മര്യാദ പഠിപ്പിക്കണം. ആ നാശത്തിനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവളെ ഒന്ന് ഇവിടുന്ന് മാറ്റിത്താ. ഞാൻ എന്ത് ചെയ്യാനാ അഷി? ഒരു പ്രാവശ്യം അച്ഛനെ മുത്തശ്ശിയും വിട്ട് ശ്രമിച്ചതല്ലേ? ആ നാശം വരുന്നില്ലല്ലോ. എങ്ങനെ വരും? അവിടെ സൂചിച്ച് ജീവിക്കല്ലേ. ഒരു പണിയും എടുക്കണ്ട, രാജകീയമായി ജീവിക്കാം. അപ്പൊ പിന്നെ അത് കളഞ്ഞിട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഹലോ. ആ പറ. നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ചർച്ച ചെയ്തോണ്ടിരിക്കാതെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കേ. അല്ലെങ്കിൽ ദുർഗയ്ക്ക് പകരം ഞാനായിരിക്കും അങ്ങോട്ട് വരാൻ പോകുന്നേ. മോളെ, നീ ഒന്ന് സമാധാനിക്ക്. നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. അമ്മയൊന്ന് ആലോചിക്കട്ടെ. ശരി, ഞാൻ വെക്കുക. വെക്കല്ലേ. ആ കുട്ടമ്പിള്ള വന്നിട്ട് എന്തു പറഞ്ഞു നീ പറഞ്ഞില്ലല്ലോ. അതെന്തു പറയാനാ? അയാളുടെ മുന്നിലിട്ട് ദുർഗ എന്നെ അപമാനിച്ചു, അത്രേ ഉള്ളൂ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അമ്മ അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാനുള്ള വഴി നോക്കിട്ട് എന്നെ വിളിച്ചാ മതി. അഷി, ഹലോ. അവള് വെച്ചു. എന്താ നാത്തൂനെ? ആ കുട്ടമ്പിള്ള അവിടെ ചെന്നിട്ട് അയാളുടെ മുന്നിൽ വെച്ച് ദുർഗ അവളെ നാണം കെടുത്തിരുന്നു. അയ്യോ, എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കാനാ അഷി പറയുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ശ്രമിച്ചതല്ലേ. ഇനിയിപ്പോ എന്താ ഒരു വഴി? അറിയില്ല. എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. കിരണിനെ ദുർഗ ഒന്നിച്ച് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിനെങ്കിലും അവിടുന്ന് മാറ്റണം. നാത്തൂനെ, നമുക്കൊരു വഴി ഉണ്ടാക്കാം. പറ്റിയാൽ രണ്ടിനെയും എന്നേക്കുമായി രണ്ടാക്കാം. അതോടെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമല്ലോ. നോക്കാം. ഏതായാലും അഷി നല്ല ദേഷ്യത്തിലാ. ഇനി എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുമെന്ന് എനിക്കറിയാത്ത. ആകെ സ്വസ്ഥത പോയല്ലോ. കിരൺ, വേഗം റെഡിയാവ്. നമുക്ക് ഉടനെ തന്നെ സ്റ്റുഡിയോയിലേക്ക് പോണം. ആ മെയിനെ കണ്ടെത്താൻ നമുക്ക് ആ ഡ്രൈവറെ ഉപയോഗിച്ചൊരു പരീക്ഷണം നടത്താം. എന്താ തന്റെ പ്ലാൻ? കൊള്ളാം. ഇത് വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട്. ഞാൻ ഏതായാലും ഒന്ന് റെഡിയാകട്ടെ. അപ്പോഴേക്കും കിരണും റെഡിയാക്കും.
അമ്മ ആഗ്രഹിച്ച പോലെ ഞാനിപ്പോ എൻ്റെ അച്ഛൻ്റെ അടുത്താ. ഞാൻ ആരാണെന്ന് അച്ഛൻ അറിയാം. പക്ഷേ എന്നെ മകനായിട്ട് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു താല്പര്യവുമില്ല. അമ്മ പറഞ്ഞതുപോലെയുള്ള ഒരു സ്നേഹവും അച്ഛൻ എന്നോടോ അമ്മയോടോ ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ സൗഭാഗ്യങ്ങൾക്ക് നടുവിൽ കഴിയുന്ന ആ മനുഷ്യന് ഞാനൊരു ശല്യം മാത്രമാണ്. ഒരിക്കൽ പോലും മകനായി കണ്ട് ആ മനുഷ്യൻ എന്നെ ചേർത്ത് നിർത്തിയിട്ടില്ല. അമ്മയല്ലേ പറഞ്ഞിരുന്നത് എന്നെ കാണുന്ന നിമിഷം ശ്ശേ, അച്ഛൻ എന്നെ ചേർത്ത് നിർത്തി മകനാണെന്ന് ഉറക്കെ പറയുമെന്ന്. പക്ഷെ അതൊന്നുമല്ല സംഭവിച്ചത്. എന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തൽക്കാലം എനിക്കിവിടെ നിന്നേ പറ്റൂ. ഇവൻ ഇതാരോടെ സംസാരിക്കുന്നത്? ദുർഗ ഇവിടെങ്ങും ഇല്ലല്ലോ. കിരണിന്റെ കയ്യിലെന്താ? എന്തിനും അമ്മ എനിക്കൊപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ആ ഫോട്ടോ അവന്റെ അമ്മയുടേതാണ്. അതൊന്ന് കാണാൻ എന്താ വഴി? ആ വിശ്വാസമാണ് എന്റെ ധൈര്യം. എത്ര നാളിങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഞാനിവിടെ നിൽക്കും. ഒരു വഴിയുണ്ട്.